ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. ഇറാൻ അമേരിക്ക സമാധാന ഉടമ്പടി തയ്യാറായിരിക്കുന്നു. യുദ്ധം അവസാനിക്കുന്നു. അത് വളരെ സന്തോഷകരമായ വാർത്തയാണ്. കാരണം യുദ്ധത്തിനോടനുബന്ധിച്ചുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ട ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ കയറ്റുമതിയെ ബാധിച്ചു. എണ്ണവില കുതിച്ചുയർന്നു, പാചകവാതകത്തിൻ്റെ വില കുതിച്ചുയർന്നു. ഉയർന്ന വില താഴാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ പറയാം. എങ്കിൽ പോലും ഒരു ആശ്വാസകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്നത്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി സാമ്പത്തിക വിദഗ്ധരായ മേരി ജോർജ്, സന്തോഷ് വർഗീസ്, CPM നേതാവ് PK ഗോപൻ തുടങ്ങിയവരെല്ലാം തന്നെയുണ്ട്. ആദ്യം മേരി ജോർജ്, ഗുഡ് മോർണിംഗ്. അറിയാമല്ലോ, പ്രതിപക്ഷത്തിരുന്നപ്പോൾ VD സതീശൻ പറഞ്ഞിരുന്നത് അന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി, അതുപോലെ കേന്ദ്ര അവഗണന ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനെല്ലാമുള്ള മറുമരുന്നുകളുണ്ട്. പ്രത്യേകിച്ച് നികുതി കുടിശ്ശികയായി 25,000 കോടി പിരിച്ചെടുക്കാം. സ്വർണത്തിൻ്റെ GST അതിലൂടെ 15,000 കോടി കൂടുതൽ പിരിച്ചെടുക്കാം. IGSTയിലൂടെ 25,000 കോടി പിരിച്ചെടുക്കാം. എന്നിങ്ങനെ അദ്ദേഹം കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ വിസ്മയങ്ങൾ തീർക്കാൻ VD സതീശന് സാധിക്കുമോ? അതിനുള്ള ഒരു അന്തരീക്ഷമാണോ? അതായത് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് കൊണ്ട് വിസ്മയങ്ങൾ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാൻ അത്ര എളുപ്പമല്ല ഈ റവന്യൂ മൊബിലൈസേഷൻ രംഗത്ത് വിസ്മയങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ രാജേന്ദ്രൻ തന്നെ പറഞ്ഞല്ലോ സ്വർണത്തിൻ്റെ കാര്യം. സ്വർണത്തിൻ്റെ നികുതി പിരിച്ചെടുക്കാനുള്ളത് വലിയ തോതിൽ നികുതി വെട്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സ്വർണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ റവന്യൂ മൊബിലൈസേഷൻ വർദ്ധിപ്പിച്ചാലേ നമ്മുടെ ഈ പറയപ്പെട്ട ധനപ്രതിസന്ധിക്ക് ഒരു കടിഞ്ഞാണിടാൻ നമുക്ക് പറ്റുകയുള്ളൂ. സ്വർണത്തിൻ്റെ നികുതി വെട്ടിയതിനെ പറ്റി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഒരു പഠനം നടത്തിയിരുന്നു. അത് ഒരു 5-6 വർഷം, ഒരു 10 വർഷം മുൻപാണ് ആ പഠനം നടത്തിയത്. ആ പഠനത്തിൽ അവർ കണ്ടെത്തിയത് 30,000 കോടി വരെ നികുതിയായിട്ട് കിട്ടാവുന്ന അത്ര സ്വർണം ഇവിടെ വിറ്റുപോകുന്നു എന്നാണ്. 30,000 കോടി വരെ സ്വർണം നികുതി കിട്ടാവുന്ന എന്നവർ പറയുന്നതിൻ്റെ ആധികാരികത എന്താണ്? അവരുടെ പഠനത്തിൻ്റെ, അതായത് വേൾഡ് ഗോൾഡ് കൗൺസിൽ തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന സ്വർണത്തിൻ്റെ 20% കേരളത്തിലാണ് വിൽക്കപ്പെടുന്നത് എന്ന്. അപ്പോൾ ഈ ശതമാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എന്തുമാത്രം സ്വർണം വിൽക്കുന്നുണ്ട്? ഔദ്യോഗികമായി, അതായത് കള്ളസ്വർണത്തിൻ്റെ വിൽപ്പനയല്ല, ഔദ്യോഗികമായിട്ട് തന്നെ 800 മുതൽ 1000 ടൺ വരെ സ്വർണം ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നു. അതിൻ്റെ 20% കേരളത്തിലാണ് വിൽക്കപ്പെടുന്നത് എന്ന് വേറെ ആരുമല്ല പറയുന്നത്, വേൾഡ് ഗോൾഡ് കൗൺസിലാണ്. അപ്പോൾ അത് എത്ര ടൺ കേരളത്തിൽ വിൽക്കപ്പെടുന്നു എന്ന് നമുക്കറിയാം. അതിൻ്റെ ഈ 3% നമ്മൾ ഓർക്കണം. നിത്യോപയോഗ സാധനങ്ങൾ പാക്കറ്റിലാക്കിയാൽ അതിന് പോലും 5% GST 2017 ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ ആ സ്ഥാനത്താണ് സ്വർണ്ണ വജ്ര ആഭരണങ്ങൾക്ക് 3% GST എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതിൽ അനീതിയുണ്ട്. സ്വർണ്ണവർണ്ണ വജ്ര ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അത് വാങ്ങാൻ പ്രാപ്തിയുള്ളവരാണ്. അതേസമയത്ത് നിത്യോപയോഗ സാധനങ്ങൾ ഒരു പ്രാപ്തിയും ഇല്ലാത്തവരും വാങ്ങുന്നതാണ്. അപ്പോൾ നിത്യോപയോഗ സാധനങ്ങൾ പാക്കറ്റഡ് ആണെങ്കിൽ 5% നികുതി, അല്ലെങ്കിൽ നികുതിയില്ല, അങ്ങനെയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ സ്വർണത്തിന് 3% നികുതി വെച്ചിരിക്കുന്നത് തന്നെ, GST വെച്ചിരിക്കുന്നത് തന്നെ ഒരുപാട് കോടിക്കണക്കിന് പേർ ആ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവരുടെ തൊഴിലിന് അതിൻ്റെ വിൽപ്പന കൂടുന്തോറും അവർക്ക് കൂടുതൽ തൊഴിൽ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും 3% നികുതിയാണ്. ആ നികുതിയാണ് വെട്ടിച്ചു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിലെ മെമ്പേഴ്സായിരുന്നു. ഞാനായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഞങ്ങൾ ഒത്തിരി നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. പക്ഷേ ഏത് നിർദ്ദേശം വെച്ചാലും അതിനെയൊക്കെ ഓവർകം ചെയ്യും ഈ സ്വർണ്ണ വ്യാപാരികൾ എന്നുള്ളതാണ്. നിങ്ങൾ 1 ഗ്രാം സ്വർണം പോയി മേടിച്ചോളൂ, അതിൻ്റെ കൃത്യമായ 3% നികുതി നിങ്ങൾ കൊടുക്കണം. പക്ഷേ നിങ്ങൾ 100 പവൻ സ്വർണം, അല്ലെങ്കിൽ 125 പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ 1 കിലോ സ്വർണ്ണമാണ്. 125 കിലോ പവൻ സ്വർണ്ണമാണ് മേടിക്കാൻ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് നികുതി വെട്ടിക്കാൻ വ്യാപാരി നിങ്ങളുടെ കൂടെ നിൽക്കും. അതാരും അറിയില്ല. അത് അത്ര രഹസ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനം തന്നെ പറയുന്നത് 30,000 കോടി ഒരു വർഷം ഈ പറയപ്പെട്ട സ്വർണത്തിൽ നിന്ന് തന്നെ കേരളത്തിന് കിട്ടാമെന്നാണ്. അപ്പോൾ അത് ഗുലാത്തി ഇതൊക്കെ കണ്ടെത്തി പറയുന്ന സമയത്ത് 20,000-നും 30,000-നും ഇടയ്ക്കായിരുന്നു സ്വർണത്തിൻ്റെ വില. ഇപ്പോൾ സ്വർണത്തിൻ്റെ വില എത്രയാണ്? അപ്പോൾ അതിൻ്റെ 3% പലിശ
പലിശ ഈടാക്കുക എന്ന് പറഞ്ഞാൽ എത്ര GST ഈടാക്കുക എന്ന് പറഞ്ഞാൽ എത്ര കോടി വരും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ശ്രീ VD സതീശൻ പറഞ്ഞിരിക്കുന്ന ആ വിസ്മയം അദ്ദേഹം അത് വളരെ ശക്തമായിട്ട് നടപ്പാക്കുകയാണെങ്കിൽ അത് സാധ്യമാണ്. രാജേന്ദ്രൻ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ആ കൂട്ടത്തിൽ. അതായത് നമ്മൾ ഒരു വർഷത്തിനേറെയായി, എനിക്ക് തോന്നുന്നൊരു 1.25 വർഷമായി കാണുമെന്ന്, കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ്, കേരളത്തിൻ്റെ കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് ലെഡ് ബൈ എന്താ പറയുക, ഒരു ഏബ്രഹാം റെൻ ഐ തിങ്ക് കമേഴ്ഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേധാവിയായിട്ടിരിക്കെ ഒരു സ്വർണ്ണവേട്ട നടത്തിയ കഥ ഓർമ്മയുണ്ടോ? തിരുവനന്തപുരത്തു നിന്ന് വളരെ രഹസ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ 700ഓളം ഉദ്യോഗസ്ഥർ ഒന്നിച്ചാണ് വേട്ടയ്ക്ക് പോകുന്നത്. പക്ഷേ പോകുന്നത് വേട്ടയ്ക്കല്ല, പിക്നിക്കിനാണ് എന്ന് പറഞ്ഞു. കാരണം വേട്ടയ്ക്കാണ് എന്ന് പറഞ്ഞാൽ സർവ്വ സ്വർണ്ണ വ്യാപാരികളും ഈ രഹസ്യം ഉടനെ തന്നെ അറിയും. അപ്പോൾ രഹസ്യം ചോരാതിരിക്കാനാണ് ഏബ്രഹാം റെൻ ഏറ്റവും അടുത്ത ചില സീനിയേഴ്സിനോട് മാത്രം പറഞ്ഞു നമ്മൾ പോകുന്നത് സ്വർണ്ണവേട്ടയ്ക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പിന്നെ പല ബസ്സുകളിലായിട്ട് പിക്നിക്കിന് പോകുന്നത് പോലെ അവർ തൃശ്ശൂർക്കാണ് പോകുന്നത്. തൃശ്ശൂർ ചെന്ന് ഒറ്റ സ്വർണ്ണ വ്യാപാരിയെ മാത്രമേ അവർ വേട്ടയാടാൻ പറ്റിയുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഈ 700-ലധികം പേർ ചേർന്ന് 104 കിലോ സ്വർണം യാതൊരു രേഖകളും ഇല്ലാത്തത് അവിടെ നിന്ന് പിടിച്ചെടുത്തു. അതിവിടെ സർക്കാരിന് അറിയാവുന്ന കാര്യമാണ്. സർക്കാർ പുറത്ത് വിട്ടത് കൊണ്ടാണ് എനിക്കൊക്കെ അത് അറിയാൻ കഴിഞ്ഞത്. 104 കിലോ സ്വർണം ഒറ്റ സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് രേഖകളില്ലാതെ. ആ 104 കിലോ സ്വർണവും അപ്പം നികുതി വെട്ടിക്കുമായിരുന്നു എന്നുള്ളത് ഉറപ്പല്ലേ? അപ്പോൾ അങ്ങനെ അത് ഈ രേഖയില്ലാത്ത സ്വർണം മാത്രമല്ല നികുതി വെട്ടിക്കുന്നത്, രേഖയുള്ള സ്വർണം വിൽക്കുമ്പോഴും ഞാനോ മിസ്റ്റർ രാജേന്ദ്രനോ പോയി ഒരു പവൻ സ്വർണം മേടിച്ചാൽ നമ്മളോട് അതിൻ്റെ നികുതി വെട്ടിക്കാൻ വേണമെങ്കിൽ കൂട്ടു നിൽക്കാം നമുക്ക്. അപ്പോൾ ഈ തരത്തിലാണ് സ്വർണത്തിൻ്റെ മാഫിയ വിളയാട്ടം ഇവിടെ. ഇതുകൂടാതെ കള്ളക്കടത്ത് സ്വർണം ഇഷ്ടം പോലെ വന്നു പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവരെ എങ്ങനെ ചങ്ങലക്കിടാൻ പറ്റും എന്ന ഒരു കാര്യം അത് വളരെ ഗൗരവപൂർവ്വം ഒരു ഗവൺമെൻറ് ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ഇട്ടാൽ തന്നെ കേരളത്തിൻ്റെ ധനപ്രതിസന്ധിയെ പിടിച്ചു കെട്ടാനുള്ള ഏറ്റവും നല്ല ചങ്ങലയായിട്ട് അത് തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, പക്ഷെ ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ. ആയിക്കോട്ടെ.